ഇത്രയും സ്ട്രോബെറി നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കുറച്ചൊക്കെ ഇരുന്ന് കഴിക്കുമല്ലേ. അത് കഴിഞ്ഞാൽ ഗേൾസിൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലണ്ടൻകാർ വൈറലാക്കിയ ലണ്ടൻ ചോക്ലേറ്റ് സ്ട്രോബെറി ആയിരിക്കും. ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ഇത്രയും സ്ട്രോബെറി കിട്ടിയ സ്ഥിതിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വട്ടവടയിൽ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ സ്ട്രോബെറി എനിക്ക് ഇത്രയും ഇഷ്ടമായി തുടങ്ങിയത്. സാധാരണ നമ്മൾ ഈ കാക്കനാട് റൂട്ടിൽ പോകുന്ന സമയത്ത് ഈ സ്ട്രോബെറി സീസൺ ആയിക്കഴിഞ്ഞാൽ സ്ട്രോബെറി വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുകയെ. അപ്പോൾ എൻ്റെ മുൻധാരണയിൽ ഞാൻ തന്നെ വാങ്ങാൻ സമ്മതിക്കാറില്ല കേട്ടോ, അത് പുളിപ്പായിരിക്കും നല്ലതായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ കണ്ടപ്പോൾ വാങ്ങാനൊരു മോഹം. ആ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ചേട്ടനും പറഞ്ഞത് വട്ടവടയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നേ വട്ടവടയിൽ പോയി കിട്ടിയ നല്ല മധുരം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ചേട്ടനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ചു, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വാങ്ങിച്ചു കൊണ്ടുവന്നു. വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. പിൻട്രസ്റ്റിൽ നിങ്ങൾ മിക്കവാറും സ്ട്രോബെറിന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഇതായിരിക്കും കേട്ടോ. ഈ സ്റ്റിക്കിൽ സ്ട്രോബെറി ഇങ്ങനെ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കി അതിൽ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തത്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കാൻ കൊതിയുള്ളതുകൊണ്ട് തന്നെ ഒരു 4 സ്റ്റിക്ക് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ ലണ്ടൻസ് വൈറൽ ചോക്ലേറ്റ് സ്ട്രോബെറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ മധുരക്കുറവുണ്ട്. പക്ഷേ സ്ട്രോബെറി അത്യാവശ്യം മധുരമുള്ളത് തന്നെ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഡയറി മിൽക്കിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എന്ത് അടിപൊളിയായിരിക്കും അല്ലേ. എന്തായാലും സ്ട്രോബെറി ബാക്കിയുണ്ട്. അപ്പോൾ അടുത്ത തവണ നമുക്ക് അങ്ങനെ പരീക്ഷിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.